എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ ഗ്യാസ് സിലിണ്ടറുകൾ, അതും സാധാരണ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം ഭാരം വരുന്ന അത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടർ, അത് ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, 600 രൂപയിൽ നമ്മുടെ വീടുകളിലേക്ക് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും സബ്സിഡി തുക വേണ്ടാത്തവർക്കും ഇതിലേക്ക്, അതായത് ഇലക്ട്രോണിക് KYC പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മാർച്ച് മാസം 30-ാം തീയതിക്ക് മുൻപ് തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡിന്റെ മുൻഗണന അത് അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും 300 രൂപയോളം ഒരു ഗ്യാസ് സിലിണ്ടറിന് നമുക്കിവിടെ സബ്സിഡി ആയിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതാണ്. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തുന്നത്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പദ്ധതി എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമന്ത്രി ഉജ്ജൽ യോജന എന്ന് പറയുന്ന പദ്ധതിയാണിത്. 10 കോടിക്ക് മുകളിൽ ഗുണഭോക്താക്കളാണ് നിലവിലുള്ളത്. ഏകദേശം 23 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ കൂടി പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തും നിരവധി വ്യക്തികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഉജ്ജൽ യോജന ഗ്യാസ് കണക്ഷൻ നൽകുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയാണ്. അതും അവരുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണ് എങ്കിൽ, AOI BPL വിഭാഗത്തിലാണ് എങ്കിലാണ് നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. മുൻപ് ഈ പദ്ധതി താൽക്കാലികമായിട്ട്, അതായത് ഇടയ്ക്കെല്ലാം നിർത്തിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചിത ഗുണഭോക്താക്കൾ ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കും, പിന്നീട് ഇത് നിർത്തുന്നതാണ്. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആണ്, അപ്ലൈ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതിനുശേഷം ഇതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളെ ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കിപ്പോൾ അറിയിപ്പായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതിയിലെ അംഗത്വവും, അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ, അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അത് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലാണ്, പലിശയൊന്നുമില്ല. നിശ്ചിത തവണയായിട്ട് നമുക്ക് തിരിച്ചടച്ചാൽ മതിയായിരിക്കും. ഇനി അത് മാത്രമല്ല, പിന്നീട് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി 300 രൂപയാണ്. വർഷത്തിൽ 9 സിലിണ്ടറുകൾ വരെ സബ്സിഡി ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം വാങ്ങുന്ന സിലിണ്ടറുകൾക്ക് നോർമൽ റേറ്റ് ആയിരിക്കും ഈടാക്കുന്നത്. അതായത് 800 രൂപയോളം പിന്നീട് ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറുകൾ ലഭ്യമായി കഴിയുമ്പോൾ, അതായത് 9 സിലിണ്ടറിന് മുകളിൽ വാങ്ങി കഴിയുമ്പോൾ നമുക്ക് 900 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾക്ക് ഇലക്ട്രോണിക് KYC പുതുക്കുവാനുള്ള സമയം, ഇലക്ട്രോണിക് KYC ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ചെയ്യുവാനുള്ള സമയം മാർച്ച് മാസം 30-ാം തീയതി വരെയാണ്. ഇത് ചെയ്യാത്തവർക്ക് സബ്സിഡി മുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് ഗ്യാസ് ഏജൻസി ആണോ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നേരിട്ട് പോയത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന പാസ്ബുക്ക്, അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇതെല്ലാം തന്നെ ഗുണഭോക്താവ് നേരിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് സ്ത്രീ ഗുണഭോക്താക്കൾ ഈ KYC എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിലവിലെ സബ്സിഡി ലഭിക്കാത്ത നോർമൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഇലക്ട്രോണിക് KYC ഒരിക്കലെങ്കിലും ചെയ്യേണ്ടതാണ്. അതിന് അവസാന സമയപരിധി ആയിട്ടില്ല എങ്കിൽ പോലും എത്രയും വൈകാതെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.